നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 16. ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നായിരുന്നു ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ള സൂചനകൾ വരികയുണ്ടായത്. എന്നാൽ ഇതുവരെയും ചർച്ചകളുടെ പുനരാരംഭത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് ഒന്നും പുറത്തു വരുന്നില്ല. മിനിങ്ങാന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്നും 2 ദിവസങ്ങൾക്കുള്ളിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ള സൂചനകൾ വന്നെങ്കിൽ കൂടിയിട്ടും എന്നാൽ മാർക്കറ്റ് ലോകവും വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ വരുന്ന 18-19 തീയതികളിൽ, അതായത് ശനി ഞായർ ദിനങ്ങളിൽ ഒരുപക്ഷെ ചർച്ചകൾ ആരംഭിച്ചേക്കാമെന്നുള്ള പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നതും. ഏപ്രിൽ 21 വരെ വെടിനിർത്തൽ കരാറിന്റെ ഡെഡ്ലൈൻ അവസാനിക്കാൻ ബാക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയും ഫിലിപ്പൈൻസും ഉൾപ്പെടെ ഒത്തിരിയേറെ ഏഷ്യൻ രാജ്യങ്ങൾ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം ഔദ്യോഗികമായി തന്നെ യുഎസിന്റെ അനുമതിയോടുകൂടി റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണയുടെ ഉപരോധത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള ഇളവ് വാഷിംഗ്ടൺ നീട്ടി നൽകില്ലെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റ് ഇന്നലെ രാത്രിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ഒരു പ്രഖ്യാപനം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പുതിയ പ്രതിസന്ധികളും സൃഷ്ടിച്ചേക്കാം. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒമാനിലെ ഹോർമൂസ് ഭാഗത്ത് നിന്ന് ആക്രമണമില്ലാതെ കപ്പലുകളെ പുറത്തേക്ക് പോകുവാൻ അനുവദിക്കുന്ന നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെബനോനിലെ ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേലുമായിട്ട് ഉടനടി തന്നെ നിലവിൽ വന്നേക്കാമെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വിപ്രോ, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ഏഞ്ചൽ വൺ, ക്രിസിൽ, അലോഗ് ഇൻഡസ്ട്രീസ്, VST ഇൻഡസ്ട്രീസ്, വാരി റിന്യൂവബിൾ ടെക്നോളജീസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇന്നലെ ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 1.25 മാസങ്ങൾക്ക് ശേഷം, അഥവാ ഫെബ്രുവരി 23 ശേഷം അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMAക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. 24,189 എന്ന ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 50-day EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് 50-day EMA ലെവലായ 24,189 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,400, 24,500 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ ഇന്ന് നിഫ്റ്റിക്ക് അതിന്റെ 50-day EMA ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 24,100, 24,000 എന്നീ ലെവലുകൾ ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകളുമായിട്ട് മാറിയേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. യുഎസും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. തുടർന്ന് ഏപ്രിൽ 10 ശേഷം ഒരു ദിവസത്തെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1.5 മാസക്കാലങ്ങൾക്ക് ശേഷം, അഥവാ ഈ മാസത്തെ രണ്ടാമത്തെ ബൈയിങ് ആണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയത്. ഇന്നലെ 666.15 കോടി രൂപയ്ക്ക്. എന്നാൽ പതിവിന് വിപരീതമായിട്ട് 568.98 കോടി രൂപയ്ക്ക് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. കൂടാതെ ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ഒന്നും തന്നെയില്ല. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 1% ഡോക്ടർ റെഡ്ഡീസിന് 1.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ HDFC ബാങ്ക് ADRന് 1.25%, ICICI ബാങ്ക് ADRന് 0.5%, ഇൻഫോസിസ്, വിപ്രോ ADRകൾക്ക് 2.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ S&P 500നും നാസ്ഡാക്കിനും വീണ്ടും ശക്തമായ നേട്ടം തുടരുവാനുമായി തൽഫലമായി S&P 500ന് 0.25%, നാസ്ഡാക്കിന് 1.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെയും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി നിഫ്റ്റിയിലും 100 പോയിന്റുകൾക്ക് അടുത്തുള്ള നേട്ടം തന്നെയാണ് റിഫ്ലക്ട് ആകുന്നതും. ആയതിനാൽ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.25%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 1%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെയാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ
വിലയിൽ 0.5% ഉയർച്ചയും അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.35% ഇടിവോടുകൂടി $94.60 പെർ ബാരൽ എന്ന നിലയിലായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.61% ഇടിവോടുകൂടി $90.70 പെർ ബാരൽ എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിൽ $32 ഉയർച്ചയോടുകൂടി $4822.17 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്സുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 1.11 എന്ന നിലയിലേക്ക് ബുള്ളിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 24,200 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. നിഫ്റ്റിക്ക് ഉയർച്ച രേഖപ്പെടുത്തുവാൻ സാധിച്ചതിനെ തുടർന്ന് RSIയും 55.86 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്കും 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.91 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മാക്സ് പെയിൻ 55,500 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. ബാങ്ക് നിഫ്റ്റിക്കും നിഫ്റ്റിയുടേതുപോലെ തന്നെ ഏറെ കാലങ്ങൾക്ക് ശേഷം അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജിന്റെ മുകളിലായിട്ട് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചു തുടരുവാനുമായി മാത്രമല്ല 200 ഡേ EMA ഇന്നലെ ഇൻട്രാഡേ ബേസിസിലും ടെസ്റ്റ് ചെയ്യപ്പെട്ടു. എങ്കിലും അത് നിലനിർത്തുവാനും സാധിച്ചില്ല. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 55,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ICIC ലംബോർഡ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ കോർട്ട് ഓഫ് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റില് 7.5% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് പ്രീമിയത്തില് 10.8%, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റില് 31.2% ഉയർച്ചയും രേഖപ്പെടുത്തി. HDB ഫിനാൻഷ്യൽ സർവീസസ് പ്രോഫിറ്റില് 41.4% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 21.6% വർധനവും രേഖപ്പെടുത്തി. GTPL ഹാത്വേ കഴിഞ്ഞ തവണ 10.6 കോടി രൂപ റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 15 കോടി രൂപയുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഇയർ ഓൺ ഇയർ ബേസിസിൽ റവന്യൂവില് 3.7% വർധനവും അതേസമയം രേഖപ്പെടുത്തി. തേജസ് നെറ്റ്വർക്ക്സ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 71.8 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ ലോസ് വർദ്ധിപ്പിച്ചുകൊണ്ട് 211.3 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 82.6% ഇടിവും രേഖപ്പെടുത്തി. GMR എയർപോർട്ട്സ് ഓട്ടോഫോ ബിസിനസ് അപ്ഡേറ്റില് ഇയർ ഓൺ ഇയർ ബേസിസില് പാസഞ്ചർ ട്രാഫിക്കില് 0.9% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് ട്രാഫിക്കില് 1.6% ഉയർച്ചയും അതേസമയം ഇന്റർനാഷണൽ ട്രാഫിക്കില് 1.3% ഇടിവും രേഖപ്പെടുത്തി. എങ്കിലും എയർക്രാഫ്റ്റ് മൂവ്മെന്റ്സില് 1.9% വർധനവും രേഖപ്പെടുത്തുകയും ചെയ്തു. GHV ഇൻഫ്രാ പ്രോജക്ട്സ് റോഡ് നിർമ്മാണത്തിനായി ആപ്കോ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് കമ്പനി 815 കോടി രൂപയുടെ നിർമ്മാണ കരാറിൽ ഏർപ്പെട്ടു. ജോൺ കോക്രെയിൽ ഇന്ത്യ JSW സ്റ്റീലിൽ നിന്ന് 300 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ബ്രിഗേഡ് എന്റർപ്രൈസസ് ബംഗളൂരുവിലെ 8.63 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 7,200 കോടി രൂപയുടെ മൊത്ത വികസന മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു റെസിഡൻഷ്യൽ ടൗൺഷിപ്പ് പദ്ധതിക്കായിട്ട് സംയുക്ത വികസന കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. റൂബിക്കോൺ റിസർച്ച് അരീന ലൈഫ് സയൻസിന്റെ 85% ഓഹരികൾ 175.92 കോടി രൂപയ്ക്ക് കമ്പനി സ്വന്തമാക്കി. UFO മൂവീസ് ഇന്ത്യ ചൈന ഫിലിം ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിറ്റുമായി ഒരു കരാർ കമ്പനി പ്രഖ്യാപിച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.